നമസ്കാരം. UGC നെറ്റ് ഫിസിക്കൽ സയൻസസ് സിലബസിനെ ആസ്പദമാക്കി പൂർണ്ണമായും പഴയകാല ചോദ്യങ്ങളെയും കൂടി അടിസ്ഥാനമാക്കിക്കൊണ്ടിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിലുള്ള ഒരു വീഡിയോ ലെക്ചേഴ്സാണ് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ആദ്യം നമുക്കറിയാവുന്നതുപോലെ തന്നെ ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങുന്നത് തെർമോഡൈനാമിക്സ് വെച്ചിട്ടാണ്. വിച്ച് ഇസ് ദ ഓൾഡസ്റ്റ് ബ്രാഞ്ച് ഓഫ് ക്ലാസിക്കൽ ഫിസിക്സ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു സിസ്റ്റം ഉണ്ടെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ മുഴുവനായിട്ട് അതിൻ്റെ ബൾക്ക് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അതിൻ്റെ മാക്രോസ്കോപ്പിക്കലി എങ്ങനെയാണ് എന്ന് പഠിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരുന്ന ഒരു ശാസ്ത്രശാഖയാണ് അല്ലെങ്കിൽ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ആണ് തെർമോഡൈനാമിക്സ്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കാൻ പറ്റുന്നതും അതായത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതും മെഷർ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള പാരാമീറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് സിംപ്ലി ഇറ്റ് കോൾഡ് മാക്രോസ്കോപ്പിക്കൽ പാരാമീറ്റേഴ്സ് വെച്ചിട്ട് ഒരു സിസ്റ്റത്തെ പഠിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കയ്യിലൊരു സിസ്റ്റം ഉണ്ട്. തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത് അതിനെ പഠിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. പക്ഷെ അത് ഉപയോഗിക്കുന്ന അപ്രോച്ച് എന്ന് പറയുന്നത് സിസ്റ്റത്തിൻ്റെ മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് വച്ചിട്ടാണ്. അങ്ങനെ നമുക്ക് സിസ്റ്റത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന കുറേയധികം റിസൾട്ട്സ് ഉണ്ട്. അതിൻ്റെ പ്രഷർ എത്രയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ എത്രയാണ്, അത് ഇരിക്കുന്നതിന് എനർജി, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ആ സിസ്റ്റത്തിൽ നിന്ന് പഠിച്ചെടുക്കാൻ പറ്റും. പിന്നീട് സയൻസ് വികസിക്കുന്നതിനനുസരിച്ച് സിസ്റ്റത്തിലെ കോൺസ്റ്റുവൻസ് ആരൊക്കെയാണെന്ന് മനസ്സിലായി. ആറ്റംസും മോളിക്യൂൾസും സിംപ്ലി കോൺസ്റ്റുവൻ്റ് പാർട്ടിക്കിൾസ് എന്ന് വിളിക്കാം. അങ്ങനെ ഓരോ കോൺസ്റ്റുവൻ്റ് പാർട്ടിക്കിൾസിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അതിൻ്റെ ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടീസ് പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ സിസ്റ്റത്തെ പഠിക്കാൻ ശ്രമിക്കാം. അങ്ങനെ ആ സിസ്റ്റത്തെ അതിൻ്റെ കോൺസ്റ്റുവൻ്റ് പാർട്ടിക്കിൾസിനെ ബേസ് ചെയ്ത് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ്. ദ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ്. അപ്പോൾ ഇത് സിസ്റ്റത്തിൻ്റെ ഇൻഡിവിജ്വൽ കോൺസ്റ്റുവൻ്റ് പാർട്ടിക്കിൾസിൻ്റെ ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്ത് പഠിക്കുകയാണ്. അപ്പോൾ ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടീസ് ആർ സിംപ്ലി കോൾഡ് മൈക്രോസ്കോപ്പിക് പാരാമീറ്റേഴ്സ്. അതായത് ഒരേ സിസ്റ്റം തന്നെയാണ് നമ്മുടെ കയ്യിലുള്ളത്. നമ്മളതിനെ തെർമോഡൈനാമിക്സും വെച്ച് പഠിക്കുന്നു, സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് വെച്ച് പഠിക്കുന്നു. നമുക്ക് കിട്ടുന്ന റിസൾട്ട്സ് എല്ലാം സെയിം ആയിരിക്കും. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കലി നിങ്ങൾ ഒരു സിസ്റ്റത്തെ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ഒരു 1 gram ഓഫ് സബ്സ്റ്റൻസ് എടുത്താൽ നമുക്കറിയാം അതിൽ അവഗഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്. ഓരോ പാർട്ടിക്കിൾസിനെയും അല്ലെങ്കിൽ ഒരു സിംഗിൾ പാർട്ടിക്കിളിനെ കുറിച്ച് പഠിക്കാൻ നമുക്ക് ന്യൂട്ടൺസ് ലോസ് ഉപയോഗിക്കാം. അത് ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റം ആണെങ്കിൽ ക്വാണ്ടം മെക്കാനിക്കൽ ഇക്വേഷൻസിനെ ആശ്രയിക്കാം. അപ്പോൾ ഈ ഓരോ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസിനെ കുറിച്ച് പഠിക്കാൻ നിങ്ങൾക്ക് ലോസ് ഓഫ് മെക്കാനിക്സ് ഉണ്ട്. പക്ഷേ ഈ പറയുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഇൻഫൈനൈറ്റ് നമ്പർ, അൺകൗണ്ടബിൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൻ്റെ കളക്ഷനാണ്. അപ്പോൾ അവിടെ നമ്മൾ അത് പഠിക്കാൻ വേണ്ടി ഇതിനോടൊപ്പം തന്നെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ സിംപ്ലി നമ്മൾ പ്രോബബിലിറ്റിയിലേക്ക് പോകുന്നു. അപ്പോൾ പ്രോബബിലിറ്റിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പാർട്ടിക്കിൾസിൻ്റെ അല്ലെങ്കിൽ ട്രയലുകളുടെ എണ്ണം കൂടുമ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആകുന്ന രീതിയാണ് പ്രോബബിലിറ്റി. അതായത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ നമ്മൾ പറഞ്ഞു വരുന്നൊരു പ്രോബ്ലം ആയിരുന്നു എന്താ, പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കൂടുതലായതുകൊണ്ട് പഠിക്കാൻ ബുദ്ധിമുട്ടാകുന്നു. പക്ഷേ അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് മാറും നമ്മളുടെ അപ്രോച്ച് വേറെ തരത്തിലാകുമ്പോൾ പ്രോബബിലിറ്റീസിനെ ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ ചോദ്യം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് എങ്ങനെയായിരിക്കും ഡിഫൈൻ ചെയ്യുക? സ്റ്റാറ്റിസ്റ്റിക്കലി ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്ന് നമുക്കിനി നോക്കാം. സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്നത് മെക്കാനിക്കൽ ഐഡിയാസ് തന്നെയാണ്, മെക്കാനിക്സിലുള്ള ഐഡിയാസ് തന്നെയാണ്. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രോബബിലിറ്റിസ്റ്റിക് ടെക്നിക്സുകളാണ്. അപ്പോൾ ഉദാഹരണത്തിന് നമുക്കൊരു 3 കോയിനുകൾ 1 by 1 ടോസ് ചെയ്യുന്നു വിചാരിക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ 3 കോയിൻസ് ഉണ്ട്. നമ്മൾ 3 കോയിനുകൾ ടോസ് ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം ഓരോ കോയിൻ്റെ ഔട്ട്കം എയ്തർ ഹെഡാകാം ടെയിലാകാം. അങ്ങനെയാണെങ്കിൽ 3 കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടാവുന്ന ഔട്ട്കംസിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കാം. 3 കോയിൻസ് ടോസ് ചെയ്യുമ്പോൾ നമുക്ക് 3ഉം ഹെഡാവും. ദിസ് ഇസ് 1 ഔട്ട്കം. 3ഉം ടെയിലാവാം. 2 ഹെഡും 1 ടെയിലാവാം. അത് ഏത് ഓർഡറിൽ വേണമെങ്കിലും വരാം. ഉദാഹരണത്തിന് ആദ്യത്തേത് ടെയിലാവാം, 2 ഹെഡാവാം. ആദ്യത്തേത് ഹെഡ്, രണ്ടാമത്തെ ടെയിൽ ഹെഡ്, വീണ്ടും എടുത്ത് എച്ച് ടി എന്ന് പറയുന്ന ഓർഡറിൽ വരാം. തിരിച്ച് സംഭവിക്കാം, 2 ടെയിലും 1 ഹെഡും ആവാം. അതായത് 1 ഹെഡ് 2 ടെയിൽ. ആദ്യം ഹെഡ് കിട്ടാം, പിന്നെ ടെയിലാവാം. ആദ്യം ടെയിൽ ഹെഡ് ടെയിൽ, പിന്നെ ടെയിൽ ഹെഡ്, ഇങ്ങനെയുള്ള 3 ഔട്ട്കംസ് കിട്ടാം. അതായത് 3ഉം ഹെഡും ടെയിൽ ഒന്നുമില്ലാത്ത കോമ്പിനേഷൻ നമുക്ക് എത്ര എണ്ണമേ കിട്ടിയുള്ളൂ? 1 കിട്ടിയുള്ളൂ. 3ഉം ടെയിലും 1 ഹെഡ് പോലും ഇല്ലാത്ത കോമ്പിനേഷൻ നമുക്ക് 1 കിട്ടിയുള്ളൂ. ഇനി 2 ഹെഡും 1 ടെയിലും 3 കിട്ടി. 1 ഹെഡും 2 ടെയിലും 3 കിട്ടി. അതായത് നിങ്ങൾക്ക്
രണ്ട് ഹെഡും ഒരു ടെയിലുമുള്ള ഒരുപാട് കോമ്പിനേഷൻസ് ഉണ്ട്. പക്ഷെ മാക്രോസ്കോപ്പിക്കലി നോക്കിയാൽ അത് രണ്ട് ഹെഡും ഒരു ടെയിലും മാത്രമേ ഉള്ളൂ. അങ്ങനെ സിസ്റ്റത്തിൻ്റെ മൊത്തത്തിലുള്ള പ്രോപ്പർട്ടീസ്, ബൾക്ക് പ്രോപ്പർട്ടീസ് ഡിഫൈൻ ചെയ്യുന്ന ഈ സെറ്റിനെ വിളിക്കുന്ന പേരാണ് മാക്രോസ്റ്റേറ്റ്. ആ മാക്രോസ്റ്റേറ്റ് എത്താൻ വേണ്ടി അതിൽ ഓരോ ആൾക്കാരും ഏത് രീതിയിൽ ഇരിക്കുന്നു എന്ന് പറയുന്ന ആണ് മൈക്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇത് ഒരു ഗിവൺ മാക്രോസ്റ്റേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റുകളുടെ എണ്ണമാണ്. അതായത് സിംപ്ലി പറഞ്ഞാൽ നമ്മുടെ തെർമോഡൈനാമിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി മാക്രോസ്റ്റേറ്റ് തന്നെയാണ്. തെർമോഡൈനാമിക്സിൽ നിങ്ങൾക്ക് സിസ്റ്റത്തിൻ്റെ ബൾക്ക് പ്രോപ്പർട്ടീസ് മാത്രമേ കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ ഗിവൺ എനർജി, ഇപ്പോൾ ആലോചിച്ച് നോക്കുക, ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം ആണെങ്കിൽ അതിൻ്റെ പ്രത്യേകത എനർജി കോൺസ്റ്റൻ്റ് ആണ്, എന്ന് വെച്ചാൽ അതിൻ്റെ മാക്രോസ്റ്റേറ്റ് ആണ്. പക്ഷേ ആ എനർജി കോൺസ്റ്റൻറ്റ് ഇതൊരു ആവറേജ് എനർജിയാണ്. ആ എനർജി കോൺസ്റ്റൻ്റ് ആകുന്ന തരത്തിൽ അല്ല ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസ് എങ്ങനെയൊക്കെ വേണമെങ്കിലും ഇരിക്കാം. ആ കോമ്പിനേഷനുകളെല്ലാമാണ് നമ്മൾ അതിൻ്റെ മൈക്രോസ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് മാക്രോസ്റ്റേറ്റും മൈക്രോസ്റ്റേറ്റും എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് മാക്രോസ്റ്റേറ്റ്? Macrostate is simply the thermodynamic state of the system. രണ്ടാമതായിട്ട് ആ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൻ്റെ കേസിൽ നിങ്ങൾക്ക് അതിൻ്റെ മാക്രോസ്റ്റേറ്റിനെ അതിൻ്റെ ഒരിക്കലും മാറാത്ത പാരാമീറ്ററുകളുമായി ബന്ധപ്പെടുത്തി പറയാം. ഫോർ ഐസൊലേറ്റഡ് സിസ്റ്റം വിച്ച് ഈസ് ഇൻ ടോട്ടൽ എനർജി, വോളിയം ആൻഡ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, ഇത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടീസ് ഇത് മൂന്നും വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എന്താണ് മൈക്രോസ്റ്റേറ്റ്? മൈക്രോസ്റ്റേറ്റ് ഇസ് ദ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം. പക്ഷെ അതിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ ഓൾ പാരാമീറ്റേഴ്സ് ഓഫ് ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസ് നമ്മൾ സ്പെസിഫൈ ചെയ്യും. ഓരോ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസിനെ കുറിച്ച് നമ്മൾ കൺസേൺഡ് ആയിരിക്കും, അതിൻ്റെ എല്ലാ പാരാമീറ്റേഴ്സിനെ കുറിച്ചും പറയും. അല്ലെങ്കിൽ വേറെ തരത്തിൽ പറഞ്ഞാൽ ഒരു ഗിവൺ മാക്രോസ്റ്റേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ലാർജ് നമ്പർ ഓഫ് എന്തുണ്ടാവും? മൈക്രോസ്റ്റേറ്റ്സ് ഉണ്ടാവും. ഒരു ഗിവൺ മാക്രോസ്റ്റേറ്റിന് കറസ്പോണ്ടിങ് ലാർജ് നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് ഉണ്ടാവും. നേരത്തെ പറഞ്ഞതുപോലെ ഐസൊലേറ്റഡ് സിസ്റ്റത്തിന് ഒരു ഗിവൺ എനർജി ഉണ്ടാകുന്ന തരത്തിൽ നമുക്ക് ഇഷ്ടം പോലെ രീതിയിൽ ആ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് തിയറിറ്റിക്കലി പഠിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി നമ്മൾ ഈ ഐഡിയയെ നമ്മളിങ്ങനെ ഫേസ് സ്പേസിലേക്ക് മാറ്റുന്നു എന്ന് നോക്കാം. ആലോചിക്കാം, നമ്മുടെ കയ്യിൽ n പാർട്ടിക്കിൾസ് ഉള്ള ഒരു സിസ്റ്റമാണ് ഇരിക്കുന്നത് വിചാരിക്കും. ഓരോ പാർട്ടിക്കിളിൻ്റെ മൂവ്മെൻറ്റിനെ നമുക്ക് ഫേസ് സ്പേസിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും എന്നറിയാം. അങ്ങനെയാണെങ്കിൽ ഒരു പാർട്ടിക്കിളിനെ കുറിച്ച് പഠിക്കാൻ നിങ്ങൾക്ക് 6 കോർഡിനേറ്റ്സ് വേണം. 6 കോർഡിനേറ്റ് എന്ന് പറയുമ്പം 3 പൊസിഷൻ കോർഡിനേറ്റും 3 മൊമെൻറ്റം കോർഡിനേറ്റ്സും വേണം. അങ്ങനെയാണെങ്കിൽ n പാർട്ടിക്കിൾസിനെ പഠിക്കണമെങ്കിൽ നമ്മുടെ ഫേസ് സ്പേസിൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കണം? 6n ഡയമെൻഷണൽ ഫേസ് സ്പേസ് ആയിരിക്കും. അപ്പോൾ ഈ 6n ഡയമെൻഷണൽ ഫേസ് സ്പേസിൽ നമ്മൾ ഈ n പാർട്ടിക്കിൾ സിസ്റ്റം റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഐസൊലേറ്റഡ് സിസ്റ്റത്തിൻ്റെ കേസിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഉദാഹരണത്തിന് ഹാർമോണിക് ഓസിലേറ്റർ ഒരു ഗിവൺ എനർജി ഇയിലുള്ള ഹാമിൽട്ടോണിയൻ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും: p²/2m + ½k⁵². ഈ ഗിവൺ എനർജിയുള്ള ഒരു ഫേസ് ട്രജക്ടറി നിങ്ങൾ ഫേസ് സ്പേസിൽ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ആൻ എലിപ്സ്. അതായത് ഒരു കോൺസ്റ്റന്റ് എനർജിയുള്ള ഐസൊലേറ്റഡ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത ഏതാണ്? ഒരു കോൺസ്റ്റന്റ് എനർജിയുള്ള ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഫേസ് സ്പേസിലുള്ള റെപ്രസെൻറ്റേഷൻ. ഫേസ് സ്പേസ് ഇവിടെ ശ്രദ്ധിക്കുന്നത് ഒരു 2 ഡയമെൻഷണൽ ഫേസ് സ്പേസിലുള്ള റെപ്രസെൻറ്റേഷൻ അതിൻ്റെ ഫേസ് ട്രജക്ടറി ഒരു ലൈനാണ്. അതായത് ഈ ഗിവൺ എനർജി കിട്ടുന്ന, അതായത് E = p²/2m + ½ എന്ന് പറഞ്ഞ എനർജി ഉള്ള ഒരു ഫേസ് ട്രജക്ടറിയാണ് ഇത്. അതായത് ഈ എനർജി വരുന്ന ഇതിൽ ഓരോ പോയിന്റും ഓരോ QI PI വാല്യൂസും എന്ന് പറയുന്നത് ഇതേ എനർജി തരുന്നതാണ്. എന്ന് വെച്ചാൽ ഈ എനർജി കിട്ടുന്ന തരത്തിൽ ഇതിലെ ഓരോ പോയിന്റും ഈ എനർജി തരുന്ന ആളുകൾ അല്ലെങ്കിൽ ഇവർ ഓരോരുത്തരും ഓരോ മൈക്രോ സ്റ്റേറ്റുകളാണോ നമുക്ക് പറയാൻ പറ്റും. അതായത് ഒരു ഫേസ് ട്രജക്ടറിയിലെ ഓരോ പോയിന്റുകളും ഒരു മൈക്രോ സ്റ്റേറ്റാണ്. ആ എല്ലാ മൈക്രോ സ്റ്റേറ്റിൻ്റെ പ്രത്യേകത എന്താണ്? അവരൊരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിലാണ്. അതായത് അവരുടെ എനർജി എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് തന്നെ ആയിരിക്കും. ഇനി ആലോചിച്ച് നോക്കുക, ഇവിടെ നമുക്ക് ഒരു 2 ഡയമെൻഷണൽ ഫേസ് സ്പേസ് ആയിരുന്നു, അല്ലെങ്കിൽ 2 ഡയമെൻഷണൽ ഫേസ് സ്പേസിൻ്റെ ബൗണ്ടറി എന്ന് പറയുന്നത് ഒരു 1 ഡയമെൻഷണൽ ലൈൻ ആയിരുന്നു. അതായത് ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൻ്റെ മൈക്രോ സ്റ്റേറ്റുകളെല്ലാം ഇരിക്കുന്നത് ഒരു 2 ഡയമെൻഷണൽ ഫേസ് സ്പേസിൽ അതിൻ്റെ ബൗണ്ടറി ആയ 1 ഡയമെൻഷണൽ ലൈനിലാണ്. വേറെ തരത്തിൽ പറഞ്ഞാൽ ഈ 2 ഡയമെൻഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ വോളിയമാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ 2 ഡയമെൻഷനിൽ നിങ്ങൾക്ക് വോളിയത്തെ എന്തായിട്ട് വിളിക്കാം? ഏരിയ ആയിട്ട് പറയാം. അതിൻ്റെ ബൗണ്ടറി എന്ന് പറയുന്നത് 1 ഡയമെൻഷണൽ ലൈനാണ്. എന്നാൽ ഇനി ആലോചിക്കുക, അപ്പോൾ അങ്ങനെയാണെങ്കിൽ സാധാരണ നമ്മുടെ സ്ഫിയർ ഒരു 3 ഡയമെൻഷണൽ സാധനമാണ്. അതിൻ്റെ വോളിയം നമ്മൾ സാധാരണ പറയുന്ന വോളിയം തന്നെയാണ്. പക്ഷേ അതിൻ്റെ ബൗണ്ടറി എന്ന് പറയുന്നത് 2 ഡയമെൻഷണൽ സർഫസ് ആണ്.
അല്ലെങ്കിൽ അത് ഏരിയയാണ്. അതായത് ഒരു n ഡയമെൻഷണൽ സാധനം ഉണ്ടെങ്കിൽ അതിൻ്റെ ബൗണ്ടറി എപ്പോഴും n-1 ഡയമെൻഷണൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ ഫേസ് സ്പേസിൻ്റെ ഡയമെൻഷൻ എന്താണ്? n പാർട്ടിക്കിൾസ് ഉണ്ട്, അങ്ങനെ 6n ഡയമെൻഷണൽ ഫേസ് സ്പേസ് ആണ്. അതിൻ്റെ ബൗണ്ടറി എന്ന് പറയുന്നത് 6n-1 ആണ്. ഇഫ് ദ സിസ്റ്റം ഈസ് ഐസൊലേറ്റഡ്, ഇതിൽ എല്ലാ മൈക്രോ സ്റ്റേറ്റ്സും ഈ 6n-1 ഡയമെൻഷണൽ സ്ട്രക്ചറിലായിരിക്കും ഉണ്ടായിരിക്കുക. ആ 6n-1 ഡയമെൻഷണൽ സർഫസ് അല്ലെങ്കിൽ ബൗണ്ടറിയെ വിളിക്കുന്ന പേരാണ് ഹൈപ്പർ സർഫസ്. നമുക്കിതിനി വീണ്ടും പഠിക്കേണ്ടി വരും. അതായത് ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിലെ മൈക്രോ സ്റ്റേറ്റുകളെല്ലാം അതിൻ്റെ 6n-1 ഡയമെൻഷണൽ ബൗണ്ടറിയിലായിരിക്കും അല്ലെങ്കിൽ ഹൈപ്പർ സർഫസിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് റെപ്രസെൻറ്റ് ചെയ്യാൻ പഠിച്ചു. മൈക്രോ സ്റ്റേറ്റ്സ് ആയിട്ടും മാക്രോ സ്റ്റേറ്റ് ആയിട്ടും റെപ്രസെൻറ്റ് ചെയ്തു. നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ നമ്മൾ പഠിക്കുന്നത് മൈക്രോ സ്റ്റേറ്റുകളെ കുറിച്ചാണ്. പക്ഷേ ഇനി ഈ പറയുന്നത് പോലെ നമുക്ക് പ്രോബിലിറ്റിയുടെ ഐഡിയാസ് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് ട്രയൽസ് ഒരുപാട് വേണം. അതായത് നിങ്ങൾക്ക് ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ സിസ്റ്റത്തിനെ കുറിച്ച് പഠിച്ചു വീണ്ടും അതേ സിസ്റ്റത്തെ റിപ്പീറ്റഡ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കണം. അത് വലിയ പാടുള്ള കാര്യം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇതേ പ്രോപ്പർട്ടീസ് ഉള്ള ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സിസ്റ്റംസ് കൺസിഡർ ചെയ്യും. അതായത് മാക്രോസ്കോപ്പിക്കലി എല്ലാവരും ഐഡൻറ്റിക്കൽ ആയിരിക്കും, പക്ഷേ മൈക്രോസ്കോപ്പിക്കലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ഓഫ് സിസ്റ്റംസ് ഉണ്ട്. അതിൻ്റെ ഗുണം നമുക്ക് പ്രോബിലിറ്റിയുടെ ഐഡിയ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഉള്ള കളക്ഷൻ ഓഫ് ഐഡൻറ്റിക്കലി പ്രിപ്പയർഡ് സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ എൻസെംബിൾ. ദേ ആർ മാക്രോസ്കോപ്പിക്കലി ഒരുപോലെയാണ്, ബട്ട് ദേ ആർ മൈക്രോസ്കോപ്പിക്കലി ഡിഫറെൻ്റ് ആണ്. അങ്ങനെയുള്ള ആളുകളുടെ കളക്ഷനാണ്. അപ്പം നമ്മുടെ പ്രോബിലിറ്റിയുടെ ഐഡിയ നല്ലതുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതിന് വേണ്ടിയുള്ള ഐഡിയ ഒരു കൺസെപ്റ്റാണ് ഈ എൻസെംബിൾ എന്ന് പറയുന്നത്. അപ്പോൾ എൻസെംബിളിൻ്റെ ഐഡിയ ആദ്യമായിട്ട് മുന്നോട്ട് വന്നത് ഗിബ്സ് ആണ്. എന്താണ് ഈ ഗിബ്സിൻ്റെ ഐഡിയ? കുറച്ചുകൂടെ ഫണ്ടമെൻ്റലാണ്. നമുക്കറിയാം ഒരു ഫേസ് സ്പേസിൽ നമ്മുടെ മൈക്രോ സ്റ്റേറ്റുകളെല്ലാം ഒരു കളക്ഷൻ ഓഫ് ഒരു ഫേസ് ട്രജക്ടറിയിലായിരിക്കും ഉണ്ടായിരിക്കുക. അല്ലെങ്കിൽ വേറെ തരത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ഫേസ് സ്പേസിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ടൈമിനനുസരിച്ച് ഒരു സിസ്റ്റം എങ്ങനെ ഇവോൾവ് ചെയ്ത് വരുന്നു എന്നാണ്. ഒരു പോയിന്റിൽ നിന്ന് സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടീസ്. പക്ഷേ അതിൻ്റെ ഈ പറയുന്ന ഐസൊലേറ്റഡ് സിസ്റ്റം ആണെങ്കിൽ കോൺസ്റ്റൻറ്റ് എനർജി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഡിഫറൻറ്റ് പോസിബിൾ കോമ്പിനേഷനിൽ കൂടെ സിസ്റ്റം മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഓരോ ടൈമിലും സിസ്റ്റം എങ്ങനെ ബിഹേവ് ചെയ്യുന്നതാണ്. പക്ഷേ ഗിബ്സ് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ടൈമിനെ ഫ്രീസ് ചെയ്യുക. ഒരു ഗിവൺ ടൈമിൽ ഈ പറയുന്ന ഗിവൺ എനർജി ഉണ്ടാകുന്ന ഒരു ഫേസ് ലൈൻ ഉണ്ടെങ്കിൽ ദാറ്റ് ഈച്ച് മൈക്രോ സ്റ്റേറ്റ് വിൽ ബി എ സെപ്പറേറ്റ് സിസ്റ്റം. സാധാരണ ഒരു ഫേസ് സ്പേസിൽ ഒരു മൈക്രോ സ്റ്റേറ്റ് സമയത്തിനനുസരിച്ച് ഇവോൾവ് ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് ആണ് വരച്ചേക്കുന്നത്. പക്ഷെ നമ്മൾ ഗിബ്സ് പറഞ്ഞത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? സമയത്തിനെ ഫ്രീസ് ചെയ്ത് വെച്ചതിന് ശേഷം ഈ ഗിവൺ എനർജി തരുന്ന ഒരുപാട് കളക്ഷൻ ഓഫ് മൈക്രോ സ്റ്റേറ്റ് ആണ്, അല്ലെങ്കിൽ ഈ ഒരുപാട് കളക്ഷൻ ഓഫ് സെപ്പറേറ്റ് സിസ്റ്റംസ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പോയിന്റ് എടുത്താൽ മതി. അതായത് ഗിവൺ ടൈമിലെ ഒരു ഫേസ് ലൈൻ എന്ന് പറയുന്നത് ദിസ് എ കളക്ഷൻ ഓഫ് സിസ്റ്റംസ്, അല്ലെങ്കിൽ ദിസ് ഇസ് എ കളക്ഷൻ ഓഫ് എൻസെംബിൾസ്. മാക്രോസ്കോപ്പിക്കലി സെയിം ആണ്, അതായത് എനർജി കോൺസ്റ്റന്റ് ആണ്, പക്ഷേ മൈക്രോസ്കോപ്പിക്കലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുടെ കണക്ഷനായിട്ട് ഗിബ്സ് ഐഡിയ എടുത്തു. അപ്പോൾ ചോദ്യം ഇതാണ്, മാക്രോസ്കോപ്പിക്കലി ഐഡൻറ്റിക്കൽ എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ഐഡൻറ്റിക്കൽ ആവും? അത് നമ്മൾ ഏത് സിസ്റ്റത്തെയാണ് ഡീൽ ചെയ്യാൻ പോകുന്നത് എന്നതനുസരിച്ചിട്ടിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ എനർജി കോൺസ്റ്റന്റ്, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് മാറാത്ത ഒരു സിസ്റ്റം ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു എൻസെംബിൾ കളക്ഷൻ ഓഫ് സിസ്റ്റംസിനെ ഡിഫൈൻ ചെയ്യാം. അതിനെ വിളിക്കുന്ന പേരാണ് മൈക്രോ കനോണിക്കൽ എൻസെംബിൾ. അതായത് മൈക്രോ കനോണിക്കൽ എൻസെംബിളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരുടെ എനർജി, വോളിയം, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഒന്നും ചേഞ്ച് ചെയ്യാത്ത, അത് മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടി, അത് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഒരു കളക്ഷൻ ഓഫ് സിസ്റ്റംസ് എടുക്കുന്നു. ഇനി ചില സിറ്റുവേഷനുകളിൽ പറഞ്ഞാൽ നമ്മളിപ്പോൾ ബ്ലാക്ക് ബോഡിയെ കുറിച്ച് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ബ്ലാക്ക് ബോഡിയുടെ പ്രത്യേകത എന്താണ്? അത് ഒരു ഗിവൺ ടെമ്പറേച്ചറിൽ വെച്ചാൽ മാത്രമാണ് ആ കറസ്പോണ്ടിങ് ടെമ്പറേച്ചറിന് കറസ്പോണ്ടിങ് റേഡിയേഷൻ എമിറ്റ് ചെയ്യും. അതായത് ഒരു ബ്ലാക്ക് ബോഡി ഈസ് അസ്യൂംഡ് ടു ബി കെപ്റ്റ് അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എൻക്ലോഷർ എന്നാണ്. അതായത് അപ്പോൾ ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ വെക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാം? എനർജി എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. ആ സന്ദർഭങ്ങൾ അതിൻ്റെ തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് പഠിക്കാൻ നിങ്ങൾക്ക് ഒരിക്കലും മൈക്രോ കനോണിക്കൽ എൻസെംബിൾ എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഉള്ള കേസുകൾ, അതായത് എനർജി എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും, ബട്ട് ടെമ്പറേച്ചർ ഇസ് കോൺസ്റ്റന്റ്. അങ്ങനെ ടെമ്പറേച്ചറും വോളിയവും നമ്പർ ഓഫ് പാർട്ടിക്കിൾസും കോൺസ്റ്റന്റ് ആയിട്ടുള്ള കളക്ഷൻ ഓഫ് സിസ്റ്റംസിനെ വിളിക്കുന്ന പേരാണ് കാനോണിക്കൽ എൻസെംബിൾ. ഇതുപോലെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസും എനർജി എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്, വോളിയം കോൺസ്റ്റന്റ് ആണ്, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അവരുടെ കെമിക്കൽ പൊട്ടൻഷ്യലും കോൺസ്റ്റന്റ് ആയിരിക്കും. അങ്ങനെയുള്ള കളക്ഷൻ ഓഫ് സിസ്റ്റംസിനെ വിളിക്കുന്ന പേരാണ് ഗ്രാൻഡ് കാനോണിക്കൽ എൻസെംബിൾ. നമുക്ക് മോസ്റ്റ് ഓഫ് ദി തെർമോഡൈനാമിക് സിസ്റ്റംസ് കംസ് അണ്ടർ കാനോണിക്കൽ എൻസെംബിൾ ആണ്.
നമുക്ക് യൂഷ്വലി ഡീൽ ചെയ്യാൻ പറ്റുന്ന സിസ്റ്റംസ് എല്ലാവരും നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സിസ്റ്റംസ് എല്ലാവരും കൂടുതലും കനോണിക്കൽ എൻസംബിളാണ്. പക്ഷേ ഈസിലി നമുക്കൊരു സിസ്റ്റത്തെ പഠിക്കാൻ എളുപ്പം മൈക്രോ കനോണിക്കൽ ആയിരിക്കും. കാരണം അവരുടെ വേറെ തരത്തിലുള്ള ഇൻട്രാക്ഷനെ കുറിച്ച് നമുക്ക് ബോധം ചെയ്യേണ്ട. വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് ഈ സാധനങ്ങൾ നമ്മൾക്ക് പറയാൻ പറ്റും. ഇതൊരു ക്ലോസ്ഡ് സിസ്റ്റമാണ്, കാരണം ഇതൊരു ഓപ്പൺ സിസ്റ്റമാണ്, ഇതൊരു ഐസൊലേറ്റഡ് സിസ്റ്റമാണ്. അതായത് എങ്ങനെയാണ് തെർമോഡൈനാമിക് സിസ്റ്റം നിങ്ങൾ ട്രീറ്റ് ചെയ്തത് അതേ ടെക്നിക്ക് തന്നെയാണ്. ഗ്രാൻഡ് കനോണിക്കൽ എൻസംബിൾ എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സിസ്റ്റമാണ്, ഇതൊരു ക്ലോസ്ഡ് സിസ്റ്റമാണ്. മൈക്രോ കനോണിക്കൽ എൻസംബിൾ എന്ന് പറയുന്നത് ഒരു ഐസൊലേറ്റഡ് സിസ്റ്റമാണ്. ഇത് ഒരു സാധാരണ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ സാധാരണ നിങ്ങളൊരു ഗ്ലാസ് ചായ തെർമോ ഫ്ലാസ്ക് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചറും എനർജി എക്സ്ചേഞ്ചും ഇല്ല, മാറ്റർ എക്സ്ചേഞ്ചും ഇല്ല. അല്ലെങ്കിൽ നിങ്ങളൊരു ഈ തെർമോ ഫ്ലാസ്കിന് മാറ്റി സാധാരണ ഒരു ഗ്ലാസ്സിൽ അടച്ചു വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതൊരു ക്ലോസ്ഡ് സിസ്റ്റമാണ്. കാരണം അവിടെ എന്ത് എക്സ്ചേഞ്ച് ഉണ്ട്? എനർജി എക്സ്ചേഞ്ച് ഉണ്ട്. ഇനി ഇത് തുറന്നു വെച്ചിരിക്കുകയാണെങ്കിൽ എനർജി എക്സ്ചേഞ്ച് ഉണ്ട്, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. അതായത് 3 സിറ്റുവേഷനും ആക്ച്വലി കറസ്പോണ്ട്സ് ടു 3 തെർമോഡൈനാമിക് സ്റ്റേറ്റ്, വിച്ച് ഇസ് വേറൊരു തരത്തിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലിൽ മൈക്രോ കനോണിക്കൽ, കനോണിക്കൽ, ഗ്രാൻഡ് കനോണിക്കൽ എന്ന് ഡിഫൈൻ ചെയ്യും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മൈക്രോ കനോണിക്കൽ എൻസംബിളുകൾ എടുത്തിട്ട് അതിൻ്റെ തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് എങ്ങനെ ഡിറൈവ് ചെയ്തെടുക്കാം, ഓരോ കനോണിക്കൽ എൻസംബിൾ എടുത്തിട്ട് എങ്ങനെ ഡിറൈവ് ചെയ്യാം, ഗ്രാൻഡ് കനോണിക്കൽ എടുത്തിട്ട് എങ്ങനെ ഡിറൈവ് ചെയ്യാം എന്നുള്ളതാണ്. നെറ്റിൻ്റെ രീതിയിൽ അല്ലെങ്കിൽ UGC നെറ്റിൻ്റെ ഭാഷയിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് കനോണിക്കൽ എൻസംബിളിൽ നിന്നാണ്. അവിടെയാണ് നമ്മൾ കൂടുതൽ സിറ്റുവേഷൻസ് ഡീൽ ചെയ്യേണ്ടി വരിക. അതിനെക്കുറിച്ച് നമുക്ക് ഓരോ എൻസംബിളും ഡിഫറെൻറ്റ് ലെക്ചേഴ്സുകളായിട്ട് കാണാം.